PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്കാനിംഗ്, എക്സ്റേ എടുക്കുന്നതിന് രോഗികളും കൂട്ടിരിപ്പുകാരും വളരെ ദുരിതം അനുഭവിക്കുന്നു. മഴയായിരുന്നാലും വെയിലായിരുന്നാലും അത് തരണം ചെയ്തു വേണം സ്കാനിംഗ്, എക്സ്റേ എടുക്കുവാൻ പോകുവാൻ. ആശുപത്രിയുടെ പുറത്തുകൂടെ വേണം പോകുവാൻ. ആശുപത്രിയുടെ അകത്തുകൂടെ ഇതിനുവേണ്ട സംവിധാനം ഒരുക്കണമെന്നും അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി ജനതാ ഫാർമസിക്കു പിറകിൽ മോർച്ചറിയിലേക്കുള്ള വഴി ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നു. കൊതുക് ശല്യം മൂലം രോഗികളും കൂട്ടിരിപ്പുകാരും വളരെ ദുരിതം അനുഭവിക്കുന്നു. കാഷ്വാലിറ്റിയിൽ സീനിയർ ഡോക്ടർമാരെ നിയമിക്കണം. സെക്യൂരിറ്റി ജീവനക്കാർ അവിടെ എത്തുന്ന രോഗികളോടും കൂട്ടിരിപ്പുകാരോടും വളരെ മോശമായി പെരുമാറുന്നു. മലപ്പുറം റോഡിന്റെ ഭാഗത്ത് കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുകി വരുന്നു. ദുർഗന്ധം മൂലം വഴിയാത്രക്കാരും വളരെ ദുരിതം അനുഭവിക്കുന്നു. ഇതിനുവേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾക്ക് നിവേദനം നൽകിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിന് 5 കാര്യങ്ങളാണ് ഞങ്ങൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടത്. 1. കാഷ്വാലിറ്റിയിൽ സീനിയർ ഡോക്ടർമാരെ നിയമിക്കുക. 2. ജനതാ ഫാർമസി കാഷ്വാലിറ്റിക്ക് പിറകിലുള്ള മലിനജലം കെട്ടിക്കിടക്കുന്ന ഓട നന്നാക്കുക. അതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാർ അപമര്യാദയായി പെരുമാറുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്കാനിങ്, എക്സ്റേ എടുക്കുന്നതിന് മഴ പെയ്ത് കഴിഞ്ഞാൽ കുട ചൂടിപ്പോകേണ്ട ഒരവസ്ഥ. അതുപോലെ തന്നെ മലപ്പുറം റോഡ് ഭാഗത്ത് സേഫ്റ്റി ടാങ്ക് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രിൻസിപ്പാളുമായിട്ട് ചർച്ച നടത്തിയത്. അതിൽ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, മലപ്പുറം റോഡിലേക്ക് പോകുന്ന സേഫ്റ്റി ടാങ്ക് മാലിന്യം, അതിന് വേണ്ട നടപടികൾ ഇപ്പോൾ തന്നെ സ്വീകരിക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാഷ്വാലിറ്റിക്ക് പുറകിലുള്ള വിഷയവും, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ അടിയന്തരമായിട്ട് തന്നെ അതിന് മറ്റു സംവിധാനങ്ങൾ ചെയ്യുമെന്നുള്ളതും, അതുപോലെ തന്നെ എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും പ്രിൻസിപ്പാൾ അറിയിച്ചിട്ടുണ്ട്. നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ചു നൽകാമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് നേതാക്കന്മാരായ കേരള കോൺഗ്രസ് ജേക്കബ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്ബർ, മഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പയ്യനാട്, മഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് ബഷീർ PC, മലപ്പുറം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ മൊറയൂർ, മഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിൽ ജേക്കബ് എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക്, N4 ന്യൂസ്. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.